സുഹൃത്തുക്കളെ, ഒരു ഫുട്ബോൾ മത്സരം ഇത്രയും രാഷ്ട്രീയപരവും ചരിത്രപരവും വൈകാരികവുമാകാൻ കഴിയുമോ? അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഒരു മത്സരം നടക്കുമ്പോൾ അത് വെറും 90 മിനിറ്റിൻ്റെ കളിയല്ല. അതിൻ്റെ പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അധിനിവേശ ചരിത്രമുണ്ട്, ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മയുണ്ട്, ഒരു രാജ്യത്തിൻ്റെ ദേശീയ അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് അർജൻറ്റീനയുടെ പരിശീലകൻ ലയണൽ സ്കലോണി ഇത് ഒരു ഫുട്ബോൾ മത്സരം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടും അർജന്റീനക്കാർ അത് അങ്ങനെ കാണാത്തത്. ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച ശേഷം ആയിരക്കണക്കിന് ആരാധകരോടൊപ്പം അർജന്റീനിയൻ താരങ്ങൾ ഒരു മുദ്രാവാക്യം വിളിച്ചു: ചാടാത്തവൻ ഇംഗ്ലീഷുകാരനാണ്. ഇത് ഒരു സാധാരണ സ്റ്റേഡിയം മുദ്രാവാക്യവുമല്ല, ഇത് ഒരു ചരിത്രത്തിൻ്റെ പ്രതിധ്വനിയാണ്. അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പിൽ ഇതുവരെ 5 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 1962 ചിലിയിൽ നടന്ന ലോകകപ്പിൽ ഇംഗ്ലണ്ട് 3-1 ജയിച്ചു. 1966 സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പിലും ഇംഗ്ലണ്ട് വീണ്ടും വിജയിച്ചു. ആ ടൂർണമെൻറ്റിൽ അവർ ആദ്യത്തെയും ഇന്നുവരെയും ഏകമായ ലോകകപ്പ് കിരീടവും സ്വന്തമാക്കി. എന്നാൽ ഈ മത്സരങ്ങളെക്കാൾ വലിയ ഒരു കഥ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്നു. അത് മാൽവിനാസ് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ വിളിക്കുന്ന ഫോക്ലാൻഡ് ദ്വീപുകൾ എന്ന തർക്കമാണ്. ഈ ദ്വീപുകൾ അർജന്റീനയുടെ തീരത്ത് നിന്ന് വെറും 500 കിലോമീറ്റർ മാത്രം അകലെയാണ്. എന്നാൽ അവയുടെ നിയന്ത്രണം ബ്രിട്ടൻ്റെ കയ്യിലാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? സ്പെയിൻ 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ദ്വീപുകൾ തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടു. അതേസമയം ഇംഗ്ലണ്ട് പറയുന്നത് 1592 ജോൺ ഡേവിസ് എന്ന നാവികനാണ് ഈ ദ്വീപുകൾ കണ്ടെത്തിയതെന്നും അതിനാൽ അവർക്കാണ് അവകാശമെന്നുമാണ്. പിന്നീട് ഫ്രാൻസും സ്പെയിനും ഇംഗ്ലണ്ടും ഈ ദ്വീപുകൾക്കായി മത്സരിച്ചു. അവസാനം സ്പെയിനിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശമായതിനാൽ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ അർജന്റീന ഈ ദ്വീപുകളും തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ 1833 ബ്രിട്ടീഷ് സൈന്യം അർജന്റീനൻ സൈന്യത്തെ പുറത്താക്കി ഈ ദ്വീപുകൾ കൈവശപ്പെടുത്തി. അതോടെ തർക്കം കൂടുതൽ ശക്തമായി. 1982 അർജന്റീനയിൽ സൈനിക ഭരണകൂടമാണ്. ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ട ഭരണകൂടം ദേശീയ വികാരം ഉയർത്താൻ ഫോക്ലാൻഡ് ദ്വീപുകൾ തിരിച്ചുപിടിക്കാൻ സൈനിക നീക്കം നടത്തി. ഇതാണ് ചരിത്രത്തിൽ ഫോക്ലാൻഡ് യുദ്ധം എന്നറിയപ്പെടുന്നത്. 74 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ 649 അർജന്റീനിയൻ സൈനികരും 255 ബ്രിട്ടീഷ് സൈനികരും കൊല്ലപ്പെട്ടു. അവസാനം അർജന്റീന പരാജയപ്പെട്ടു. പക്ഷേ ആ പരാജയത്തിൻ്റെ മുറിവ് അർജന്റീനയുടെ ദേശീയ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. 4 വർഷങ്ങൾക്ക് ശേഷം 1986 ലോകകപ്പ് മെക്സിക്കോ സ്റ്റേഡിയത്തിൽ നടന്നു. ക്വാർട്ടർ ഫൈനലിൽ വീണ്ടും അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ. ഇപ്പോൾ അത് വെറും ഫുട്ബോൾ മത്സരം അല്ലായിരുന്നു, യുദ്ധത്തിൽ തോറ്റ ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പോരാട്ടമായിരുന്നു. അർജന്റീനിയൻ താരം ജോസെ ലൂയിസ് ബ്രൗൺ പിന്നീട് ഓർക്കുന്നു, മത്സരത്തിന് മുമ്പ് ഡീഗോ മാറഡോണ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ദേശീയഗാനം അവസാനിച്ചപ്പോൾ അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞത്: ഇവർ നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും കൊന്നവരാണ്, നമുക്ക് തോൽക്കാൻ പാടില്ല. പിന്നീട് ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ നിമിഷം സംഭവിച്ചു. മാറഡോണ കൈകൊണ്ട് പന്ത് ഗോൾ വലയിലാക്കി. റഫറി അത് ഗോൾ അനുവദിച്ചു. പിന്നീട് മാറഡോണ പറഞ്ഞു അത് ദൈവത്തിൻ്റെ കൈയായിരുന്നു. അതാണ് പിന്നീട് ലോകം മുഴുവൻ ഹാൻഡ് ഓഫ് ഗോഡ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇന്നും ഇംഗ്ലീഷ് ആരാധകർ അതിനെ വഞ്ചനയായി കാണുന്നു. എന്നാൽ 4 മിനിറ്റിന് ശേഷം മാറഡോണ മറ്റൊരു അത്ഭുതം കാട്ടി. മധ്യനിരയിൽ നിന്ന് പന്തുമായി ഓടിയ അദ്ദേഹം 5 ഇംഗ്ലീഷ് താരങ്ങളെയും ഗോൾ കീപ്പറെയും മറികടന്ന് ഗോൾ നേടി. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായി ഇന്നും അത് വിലയിരുത്തുന്നു. അർജന്റീന 2-1 വിജയിച്ചു. പിന്നീട് ലോകകപ്പും സ്വന്തമാക്കി. ഫോക്ലാൻഡ് യുദ്ധത്തിൽ പങ്കെടുത്ത നിരവധി മുൻ സൈനികർ പിന്നീട് പറഞ്ഞു, യുദ്ധത്തിൽ നേടാൻ കഴിയാത്ത പ്രതികാരമാണ് മാറഡോണ ഫുട്ബോൾ മൈതാനത്ത് നേടിക്കൊടുത്തത്. അതിനാലാണ് ഇന്നും അർജന്റീനയിൽ ആ മത്സരം വെറും ഒരു വിജയമല്ല, അത് ദേശീയ അഭിമാനത്തിൻ്റെ പുനഃസ്ഥാപനമായിട്ടാണ് അവർ കാണുന്നത്. 1998 ലോകകപ്പിൽ വീണ്ടും ഇരുവരും ഏറ്റുമുട്ടി. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീന ജയിച്ചു. 2002 ഇംഗ്ലണ്ട് ഡേവിഡ് ബെക്കാമിൻ്റെ പെനാൽറ്റി ഗോളിൽ പ്രതികാരം ചെയ്തു. എന്നാൽ ഓരോ മത്സരത്തിൻ്റെയും പിന്നിൽ 1986 മാറഡോണയുടെ നിഴൽ ഇന്നും നിലനിൽക്കുന്നു. ഇന്ന് ലയണൽ മെസ്സിയാണ് അർജന്റീനയുടെ പ്രതീക്ഷ. മറുവശത്ത് ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും അടങ്ങിയ ശക്തമായ ഇംഗ്ലീഷ് ടീം. പരിശീലകൻ സ്കൊളോണി പറയുന്നത് പോലെ ഇത് വെറും ഫുട്ബോൾ ആയിരിക്കാം, പക്ഷേ അർജന്റീനയിലെ സാധാരണ ജനങ്ങൾക്ക് ഇത് അതിലുപരിയാണ്.
അവരുടെ ചരിത്രവും ഓർമ്മയും ദേശീയ സ്വത്വവും ചേർന്ന ഒരു വികാരമാണ്. അതേസമയം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഫോക്ലാൻഡ് അഥവാ മാൽവിനാസ് എന്ന ദ്വീപുകളുടെ പരമാധികാരത്തെക്കുറിച്ചുള്ള തർക്കം ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ബ്രിട്ടൻ ഈ ദ്വീപുകൾ തങ്ങളുടെ വിദേശ പ്രദേശമാണെന്ന് അവകാശപ്പെടുന്നു. അർജന്റീന അതിനെ ഇന്നും സ്വന്തം ഭൂവിഭാഗമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്നും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു തർക്ക വിഷയമാണ്. അപ്പോൾ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ മത്സരം നടക്കുമ്പോൾ അത് രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, അത് ചരിത്രവും രാഷ്ട്രീയവും ദേശീയ വികാരവും ഫുട്ബോളും ഒരുമിച്ച് കളിക്കുന്ന ഒരു അപൂർവ നിമിഷമാണ്. അതുകൊണ്ടാണ് ഇന്നും പല അർജന്റീനക്കാരും ഇത് വെറുമൊരു കളി അല്ല എന്ന് വിചാരിക്കുന്നത്.